ഹലോ ഫ്രണ്ട്സ്, ഈഗിൾസ് വിങ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നേച്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനും പ്രിയാമ്പിളും പറ്റിയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയെ പറ്റിയാണ് പഠിച്ചത്. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് ഈ ക്ലാസ് വരുന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു ഗവൺമെൻറ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് നിയമങ്ങൾ, അതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോഴത്തെ അവിടെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ലേ, അതുപോലെ തന്നെയുള്ള കുറച്ച് നമ്മുടെ ഗവൺമെൻറ് സിസ്റ്റമാറ്റിക്കായിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് നിയമങ്ങളാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനും മറ്റേത് അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ UK ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതുപോലെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ ഒറിജിനൽ വെർഷൻ്റെ അകത്ത് പ്രിയാമ്പിൾ ഉണ്ടായിരുന്നു. 395 ആർട്ടിക്കിൾസ് ആയിരുന്നു മുഴുവൻ ഉണ്ടായിരുന്നത്. പിന്നെ 8 ഷെഡ്യൂൾസും 22 പാർട്സുമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഇപ്പോൾ പ്രസൻറ്റിൽ 395 ആർട്ടിക്കിൾസ് എന്നുള്ളത് 448 ആർട്ടിക്കിൾസായി, 12 ഷെഡ്യൂൾസായി, പിന്നെ 25 പാർട്സുമായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ 104 അമെൻമെൻറ്റ്സും നടന്നിട്ടുണ്ട് 2020 ജനുവരി 25 വരെയുള്ള കാലഘട്ടത്തിൽ. ഫസ്റ്റ് അമെൻമെൻറ്റ് നടന്നത് 1951 സ്ലൈഡിൽ 1950 ആണ് കൊടുത്തിരിക്കുന്നത്, മിസ്റ്റേക്ക് പറ്റിയതാണ്. 1951 ആണ് കറക്റ്റ്. ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 വർഷം 11 മാസം 18 ദിവസമാണ് എടുത്തത്. അത് ഒരു ക്വസ്റ്റ്യൻ കണ്ടിരുന്നു, അതാണ് ആ പോയിൻ്റ് ആഡ് ചെയ്തത്. ഇനി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇറ്റ് ഈസ് പാർട്ട്ലി ഫ്ലെക്സിബിൾ ആൻഡ് പാർട്ട്ലി റിജിഡ്. ഇറ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ ഫെഡറൽ ഇൻ ടൈം ബട്ട് യൂണിറ്ററി ഇൻ സ്പിരിറ്റ്. ഇറ്റ് ഈസ് ക്വാസി ഫെഡറൽ. ഫെഡറൽ എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആഭ്യന്തര കാര്യങ്ങളിൽ സ്വാതന്ത്ര്യം നിലനിർത്തിക്കൊണ്ട് പല സംസ്ഥാനങ്ങൾ ഒരുമിച്ച് ചേരുന്ന ഭരണ സമ്പ്രദായം. അതായത് ഇന്ത്യയിൽ പല സ്റ്റേറ്റുകളുണ്ട്, അവരുടെ ഓരോ സ്റ്റേറ്റിലെയും കാര്യങ്ങൾ നോക്കാൻ ഓരോ മുഖ്യമന്ത്രിമാരുണ്ട്. പക്ഷേ ഇവരെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു സെൻട്രൽ ഗവൺമെൻറ് നമുക്കുണ്ട്. അങ്ങനെയുള്ള ഭരണ സമ്പ്രദായത്തെയാണ് ഫെഡറൽ എന്ന് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയ പല നമ്മുടെ ഫീച്ചേഴ്സും, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പല ഫീച്ചേഴ്സും മറ്റു രാജ്യങ്ങളിൽ നിന്ന് കടമെടുത്തിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. അതിൽ ഫെഡറൽ സിസ്റ്റം, ഓഫീസ് ഓഫ് ദ ഗവർണർ, പവർ ഓഫ് ഫെഡറൽ ജുഡീഷ്യറി, എമർജൻസി പവർ, പബ്ലിക് സർവീസ് കമ്മീഷൻ, അഡ്മിനിസ്ട്രേറ്റീവ് ഡീറ്റെയിൽസ്. ഇത്രയുമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്ന് നമ്മൾ എടുത്തിട്ടുള്ള ഫീച്ചേഴ്സ്. നെക്സ്റ്റ്, ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് തന്നെയാണ് കടമെടുത്തിരിക്കുന്നത്. ഫസ്റ്റ്, ലോ മേക്കിംഗ് പ്രൊസീജിയർ. നെക്സ്റ്റ്, റൂൾ ഓഫ് ലോ. റൂൾ ഓഫ് ലോ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. റൂൾ ഓഫ് ലോ ഏത് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ കടമെടുത്തിരിക്കുന്നതെന്ന് ചോദിക്കാം, അത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനാണ്. പ്രൊവിഷൻ ഓഫ് സിംഗിൾ സിറ്റിസൺഷിപ്പ്, പാർലമെൻ്ററി ഗവൺമെൻറ്, ബൈക്യാമറലിസം, prerogative rights, office of the controller and auditor general, institution of speaker, doctrine of pleasure tenure of civil servants, election procedure, writ jurisdiction of courts, civil services, cabinet system, martial law. ഇതിൽ ഓർക്കേണ്ടത്, ഇപ്പം നമ്മൾ ഫസ്റ്റ് പഠിച്ചത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. അതിലൊരു ഓഫീസ് ഓഫ് ഗവർണർ പഠിച്ചു. ഇപ്പം ഈ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു ഓഫീസ് പഠിച്ചു, അത് ആരുടെയാണ്? ഓഫീസ് ഓഫ് ദ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ഓഫീസ് ഓഫ് ദ ഗവർണർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടും ഓഫീസ് ഓഫ് ദ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമാണെന്ന് ഓർക്കണം. നിങ്ങൾ പഠിക്കുമ്പോൾ സെയിം ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ എപ്പോഴും അത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് താരതമ്യം ചെയ്ത് പഠിക്കണം, എന്നാലേ നമ്മൾ ഓർത്തിരിക്കത്തുള്ളൂ. നെക്സ്റ്റ്, USA ആണ്. USA എന്തൊക്കെ കാര്യങ്ങളാണ്? ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി, ജുഡീഷ്യൽ റിവ്യൂ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഇംപീച്ച്മെൻറ്റ് ഓഫ് പ്രസിഡൻറ്റ്, ഇംപീച്ച്മെൻറ്റ് ഓഫ് സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് ജഡ്ജസ്, പ്രിയാമ്പിൾ,
ഫങ്ഷൻസ് ഓഫ് ദ വൈസ് പ്രസിഡൻറ്റ്. ഇത്രയും കാര്യങ്ങളാണ് യു എസ് എയിൽ. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാലും ഇതിൽ കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്ത് ഓർത്തിരിക്കേണ്ടത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഇംപീച്ച്മെൻറ്റ് ഓഫ് പ്രസിഡൻറ്റ്, ഇംപീച്ച്മെൻറ്റ് ഓഫ് സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് ജഡ്ജസ്, പ്രിയാമ്പിൾ. ഇത്രയും കാര്യങ്ങൾ യു എസ് എയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ബോറോ ചെയ്തിട്ടുള്ളതാണെന്ന് ഓർക്കണം. നെക്സ്റ്റ് കാനഡ. ഫെഡറേഷൻ വിത്ത് എ സ്ട്രോങ് സെൻറ്റർ, റെസിഡ്യൂറി പവേഴ്സ് വിത്ത് ദ സെൻറ്റർ, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, അപ്പോയിൻമെൻറ്റ്സ് ഓഫ് ദ സ്റ്റേറ്റ് ഗവർണേഴ്സ് ബൈ സെൻറ്റർ, അഡ്വിസറി റിവ്യൂ സുപ്രീം കോർട്ട്, സെൻറ്റർ സ്റ്റേറ്റ് റിലേഷൻ. ഇതിൽ ഫെഡറേഷൻ വിത്ത് എ സ്ട്രോങ് സെൻറ്റർ, സെൻറ്റർ സ്റ്റേറ്റ് റിലേഷൻ ഇതൊക്കെ പ്രത്യേകം ഓർത്തിരിക്കണം. അതുകൊണ്ട് തന്നെ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്. നെക്സ്റ്റ് അയർലൻഡ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് എവിടുന്നാണ് ബോറോ ചെയ്തിരിക്കുന്നത്? അയർലൻഡ്. ഇതിൻ്റെ ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി വരുന്ന ആർട്ടിക്കിൾസ് അതൊക്കെ നമുക്ക് ഇത് ഫുള്ള് നമ്മൾ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിക്കേണ്ടതാണ്. അപ്പം അത് ഓർത്തിരിക്കണം. മെത്തേഡ് ഓഫ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ. നമ്മൾ പ്രസിഡൻറ്റിൻ്റെ ഇംപീച്ച്മെൻറ്റ് നേരത്തെ പറഞ്ഞു. അത് എവിടെ നിന്നായിരുന്നു? യു എസ് എയിൽ നിന്ന്. പ്രസിഡൻറ്റിൻ്റെ ഇംപീച്ച്മെൻറ്റ് വരുന്നത് യു എസ് എയിൽ നിന്നും, ഇലക്ഷൻ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ വരുന്നത് മെത്തേഡ് ഓഫ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ അയർലൻഡുമാണ്. നോമിനേഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ ബൈ ദ പ്രസിഡൻറ്റ്. നോമിനേഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ രാജ്യസഭയിലെ മെമ്പേഴ്സിൻ്റെ നോമിനേഷന് അതിൻ്റെ മെത്തേഡും അയർലൻഡിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ബോറോ ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് ജർമ്മനി. എമർജൻസി പ്രൊവിഷൻസ് ആൻഡ് സസ്പെൻഷൻ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഓസ്ട്രേലിയ. കൺകറൻറ്റ് ലിസ്റ്റ്, ഫെഡറേഷൻ, ഫ്രീഡം ഓഫ് ട്രേഡ്, ജോയിൻറ്റ് സിറ്റിംഗ് ഓഫ് 2 ഹൗസസ് ഓഫ് ദ പാർലമെൻറ്റ്. എന്തൊക്കെയാണ്? കൺകറൻറ്റ് ലിസ്റ്റ്, ഫ്രീഡം ഓഫ് ട്രേഡ്, ജോയിൻറ്റ് സിറ്റിംഗ് ഓഫ് 2 ഹൗസസ് ഓഫ് ദ പാർലമെൻറ്റ്. നമ്മൾ യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും നേരത്തെ പറഞ്ഞു. അത് എവിടെയായിരുന്നു? അത് കാനഡയുടെയാണ്. കാനഡയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും ബോറോ ചെയ്തത്. പക്ഷേ കൺകറൻറ്റ് ലിസ്റ്റ് എവിടെ നിന്നാണ്? കൺകറൻറ്റ് ലിസ്റ്റ് ഓസ്ട്രേലിയയുടെയാണ്. കൺകറൻറ്റ് ലിസ്റ്റ് ഓസ്ട്രേലിയയുടെ, യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ലിസ്റ്റ് കാനഡയിൽ നിന്നുമാണ്. നെക്സ്റ്റ് സൗത്ത് ആഫ്രിക്ക. അമെൻമെൻറ്റ്സ് ദെൻ ഇലക്ഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് രാജ്യസഭയിലെ മെമ്പേഴ്സിൻ്റെ ഇലക്ഷൻ. നോമിനേഷൻ, നമ്മൾ രാജ്യസഭയിലെ മെമ്പേഴ്സിൻ്റെ നോമിനേഷൻ ഓൾറെഡി പഠിച്ചു. അത് അയർലൻഡിൽ നിന്ന്. മെമ്പേഴ്സിൻ്റെ ഇലക്ഷൻ വന്നത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. ഓക്കെ. അതുകൊണ്ട് തന്നെ വേറൊരു ഇലക്ഷനും പഠിച്ചായിരുന്നു, മെത്തേഡ് ഓഫ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ. അതും അയർലൻഡാണ്. അയർലൻഡിൻ്റെ അകത്ത് പ്രസിഡൻറ്റിൻ്റെ ഇലക്ഷനും രാജ്യസഭയിലെ മെമ്പേഴ്സിൻ്റെ നോമിനേഷനും. പ്രസിഡൻറ്റിൻ്റെ ഇലക്ഷനും രാജ്യസഭയിലെ മെമ്പേഴ്സിൻ്റെ നോമിനേഷനും അയർലൻഡിൽ നിന്നാണെന്ന് ഓർക്കണം. പ്രസിഡൻ്റ് ആണല്ലോ രാജ്യസഭയിലെ മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യുന്നത്. അപ്പം ആദ്യം പ്രസിഡൻറ്റിനെ ഇലക്ട് ചെയ്യും, പിന്നെ മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യുമെന്ന് ഓർത്തിരിക്കുക. അത് അയർലൻഡിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന്. നെക്സ്റ്റ് ഫ്രാൻസ്. റിപ്പബ്ലിക്ക്. റഷ്യ. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, ജസ്റ്റിസ്, സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ. ഫ്രാൻസിൻ്റേത് റിപ്പബ്ലിക്ക്, അത് മറക്കരുത്, തെറ്റിപ്പോവും. ഫ്രാൻസ്, റഷ്യ, അത് തെറ്റിപ്പോരും. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് റഷ്യയുടെയാണ്. അതുകൊണ്ട് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് യു എസ് എയുടെയാണ്. ലാസ്റ്റ് വൺ ജപ്പാനാണ്. പ്രൊസീജിയേഴ്സ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. ഇത്രയുമാണ് ബോറോഡ് ഫീച്ചേഴ്സ് ഉള്ളത്. 2-3 പ്രാവശ്യം നിങ്ങൾ വായിച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ചെറിയ ഫ്രെയിം മനസ്സിലുണ്ടാവും. പിന്നെ ഇതെല്ലാം എങ്ങനെ പഠിക്കുമെന്നൊക്കെ തോന്നും. പക്ഷേ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് റിവൈസ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ പഠിച്ചു പൊക്കോളൂ. അതൊന്നും സാർ നമ്മളെപ്പോഴും പഠിക്കാനെടുക്കുമ്പോൾ ഇഷ്ടത്തോടെ പഠിക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇനി മോർ ദാൻ വൺ കോൺസ്റ്റിറ്റ്യൂഷൻ, അത് ഒന്നിൽ കൂടുതൽ രാജ്യങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കടമെടുത്ത കാര്യങ്ങൾ. ഫസ്റ്റ് പാർലമെൻ്ററി പ്രിവിലേജസ്, അത് ഓസ്ട്രേലിയ ആൻഡ് UK. 2 ഓസ്ട്രേലിയ വരുന്നുണ്ട്. സെക്കൻഡ് നേഷനാണ് വ്യത്യാസം വരുന്നത്. പാർലമെൻ്ററി പ്രിവിലേജസ് വരുമ്പോൾ ഓസ്ട്രേലിയയുടെ കൂടെ UKയും, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ വരുന്നത് ഓസ്ട്രേലിയയും USA-യുമാണ്. ഓക്കെ. നെക്സ്റ്റ് പ്രിയാമ്പിളിനെ പറ്റിയാണ്. പ്രിയാമ്പിളിന് മുമ്പ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പറ്റിയുള്ള കുറച്ച് ഒപ്പീനിയൻസ് ഉണ്ട്, അത് നോക്കാം. ഒപ്പീനിയൻസ് ഒന്ന് കോസി ഫെഡറൽ എന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ കോസി ഫെഡറൽ എന്ന് അഭിപ്രായപ്പെട്ടത് KC വിയർ ആണ്.
ഫെഡറേഷൻ വിത്ത് എ സെൻട്രലൈസിംഗ് ടെൻഡൻസി ഐവർ ജെന്നിങ്സ്. കോഓപ്പറേറ്റീവ് ഫെഡറലിസം ഗ്രാൻവിലെ ഓസ്റ്റിൻ. യൂണിറ്ററി ആസ് വെൽ ആസ് ഫെഡറൽ അംബേദ്കർ. അപ്പോൾ അംബേദ്കർ എന്താണ് പറഞ്ഞത്? യൂണിറ്ററി ആസ് വെൽ ആസ് ഫെഡറൽ എന്നും. കോഓപ്പറേറ്റീവ് ഫെഡറലിസം ഗ്രാൻവിലെ ഓസ്റ്റിൻ. ഇത് ലാസ്റ്റ് KSൻ്റെ പ്രിലിംസിൻ്റെ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫെഡറേഷൻ വിത്ത് എ സെൻട്രലൈസിംഗ് ടെൻഡൻസി ഐവർ ജെന്നിങ്സ്. ക്വാസി ഫെഡറൽ KC വിയർ. ഇത്രയും ഓർക്കണം. ക്വാസി, KC അങ്ങനെയൊക്കെ ഓർത്തിരിക്കാം നിങ്ങൾക്ക്. നെക്സ്റ്റ് പ്രിയാമ്പിളാണ്. പ്രിയാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ആമുഖം, പ്രീഫേസ്, ആമുഖം അങ്ങനെയൊക്കെ പറയാം. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ എസൻസ് ആണെന്ന് പറയാം പ്രിയാമ്പിൾ. പ്രിയാമ്പിൾ ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ വഴി, അതിൻ്റെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ്റെ മോഡിഫൈഡ് ഫോമാണ് പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. ഈ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിൾ. ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാതെ. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിങ് സോളംലി resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nations. ഇത് ഒരു നോളജ് പർപ്പസിന് ഞാൻ കൊടുത്തതാണ്, പക്ഷേ വായിച്ചാൽ നിങ്ങൾ 1-2 പ്രാവശ്യം വായിച്ച് നോക്കിയാൽ നന്നായിരിക്കും. ഇത് കുറച്ചേ ഉള്ളെങ്കിൽ ഇതിൻ്റെ അകത്തുനിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് തന്നെ ചോദിക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം ജസ്റ്റിസ്, ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ പ്രിയാമ്പിളിൽ ജസ്റ്റിസ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ സിറ്റിസൻസ്? അത് സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ. നെക്സ്റ്റ് ലിബർട്ടി എന്തിനൊക്കെയാണ്? ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്. നെക്സ്റ്റ് ഇക്വാലിറ്റി ഓഫ് സ്റ്റേറ്റസ് ആൻഡ് ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ടു പ്രൊമോട്ട് എമംഗ് ദം ഓൾ. ഇക്വാലിറ്റി ഓഫ് സ്റ്റേറ്റസും ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി. ഫ്രറ്റേണിറ്റി അഷ്വറിംഗ് ദ ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ആൻഡ് ദ യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദ നേഷൻ. അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പിന്നെ ഒരു ക്വസ്റ്റ്യൻ കണ്ടത് സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്. ആ ഒരു ഓർഡർ ഉണ്ടല്ലോ, ഏത് ഓർഡറിലാണ് ഈ വേർഡ്സൊക്കെ ഇങ്ങനെ തിരിച്ചു മറിച്ച് കൊടുത്തിട്ട് കറക്റ്റ് ഓർഡർ ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ ആദ്യം സോവറിൻ, പിന്നെ സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്. ആ ഓർഡറാണ് അത് നോക്കാൻ. അത്രയേ ഉള്ളൂ. ഇനി ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ സ്ലൈഡിലുള്ളത്. ഒന്ന് വായിക്കാൻ ഞാൻ. ഇൻട്രൊഡക്ഷൻ. പ്രിയാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ഓർ പ്രിഫേസ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ. സമ്മറി ഓഫ് ഓർ ദ എസൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഐഡിയ ഓഫ് ദ പ്രിയാമ്പിൾ വാസ് ബോറോഡ് ഫ്രം USA. Architect of the preamble Jawaharlal Nehru. Preamble is not enforceable in the court of law. അത് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്, മറക്കരുത് ഒരിക്കലും. Preamble is not enforceable in the court of law. The preamble to the Indian Constitution is based on the objective resolution passed by the Jawaharlal Nehru and adopted by the Constituent Assembly on 22nd January 1947. The preamble of Indian Constitution declares India sovereign, socialist, secular and democratic and republic. Preamble was amended only once in the history of Indian Constitution. ഇതുവരെയുള്ള ഹിസ്റ്ററിയിൽ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഹിസ്റ്ററിയിൽ പ്രിയാമ്പിൾ ഒരു പ്രാവശ്യം മാത്രമേ അമെൻഡ്മെൻറ്റ് നടന്നിട്ടുള്ളൂ. അത് 42ാമത്തെ അമെൻഡ്മെൻ്റ് ആയിരുന്നു. അമെൻഡ്മെൻറ്റിൽ വന്ന വ്യത്യാസം എന്താണ്? ഇറ്റ് ചേഞ്ച്ഡ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഇന്ത്യ ഫ്രം എ സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ടു സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആൻഡ് ഓൾസോ ചേഞ്ച്ഡ് ദ വേർഡ്സ് യൂണിറ്റി ഓഫ് ദ നേഷൻ ടു യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദ നേഷൻ. അതായത് ഒറിജിനൽ പ്രിയാമ്പിൾ, ആദ്യം ഉണ്ടാക്കിയ പ്രിയാമ്പിളിൻ്റെ അകത്ത് സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 42nd അമെൻഡ്മെൻറ്റിലാണ് സോവറിൻ കഴിഞ്ഞിട്ട് സോഷ്യലിസ്റ്റ്, സെക്യുലാർ എന്നുള്ള 2 വേർഡ് ആഡ് ചെയ്തത്. അതുപോലെ തന്നെ യൂണിറ്റി ഓഫ് ദ നേഷൻ അത് ചേഞ്ച് ചെയ്ത് യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദ നേഷൻ എന്നാക്കി.
അവിടുന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. 42nd അമെൻമെൻറ്റിൽ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത വേർഡ്സ്, പ്രിയാമ്പിളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത കാര്യങ്ങൾ ഏതൊക്കെയാണ്? സോവറിയൻ നേരത്തെ ഉണ്ടായിരുന്നു, സോഷ്യലിസ്റ്റ്, സെക്യുലാർ, യൂണിറ്റി ആൻഡ് ഇൻ്റഗ്രിറ്റി ഓഫ് ദ നേഷൻ. അതാണ്. അങ്ങനെ ഈ 42nd അമെൻമെൻറ്റ് റെക്കമെൻഡ് ചെയ്യാൻ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ കമ്മിറ്റിയുടെ പേരാണ് സ്വരൻ സിംഗ് കമ്മിറ്റി. ഇത്രയാണ് പ്രിയാമ്പിൾ. പ്രിയാമ്പിളിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ 2 കേസുകൾ അതേപ്പറ്റി കൂടി ഓർക്കണം. ഒന്ന് ബെറുബറി കേസ് 1960-ലെ. ആ കേസ് അനുസരിച്ചിട്ട് പ്രിയാമ്പിൾ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു പാർട്ട് അല്ല എന്നായിരുന്നു ഒരു കേസിലും. പക്ഷേ 1973-ൽ കേശവാനന്ദ ഭാരതി സ്റ്റേറ്റ് ഓഫ് കേരള അതനുസരിച്ച് പ്രിയാമ്പിൾ ഈസ് എ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പം അത് തെറ്റിപ്പോകരുതും. ഏത് കേസിലാണ് പ്രിയാമ്പിൾ പാർട്ടാന്ന് പറഞ്ഞത്, ഏത് കേസിലാണ് പാർട്ടല്ല എന്ന് പറഞ്ഞത്, അങ്ങനെയൊക്കെ ചോദിക്കാം. ഇയറും നോക്കണം. 1960 ആദ്യം വന്നത് ബെറുബറി കേസാണ്, അതിൽ പാർട്ടല്ല എന്ന് പറഞ്ഞു. പിന്നീട് പാർട്ടാണെന്ന് പറഞ്ഞത് 1973-ലെ കേശവാനന്ദ ഭാരതിയുടെ കേസിലാണ്. ഓക്കെ. ഇനി പ്രിയാമ്പിൾ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയുള്ള ഓരോ ഒപ്പീനിയൻസ് ഉള്ളതുകൊണ്ട് പ്രിയാമ്പിളിനെ പറ്റിയും കുറച്ച് കമൻസ് ഉണ്ട്. അത് ഫസ്റ്റ് ഐഡൻറ്റിറ്റി കാർഡ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എൻ.എ. പൽക്കിവാലയാണ് പറഞ്ഞത്. പൊളിറ്റിക്കൽ ഹോറോസ്കോപ്പ് KM മുൻഷി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി പഠിച്ചപ്പോഴത്തേക്ക് ഒരു 22 കമ്മിറ്റി ഉണ്ടെന്ന് വിളിച്ചു. അതിലൊരു കമ്മിറ്റിയുടെ ഹെഡായിട്ട് പഠിച്ചിരുന്നു. അത് ഓർമ്മയുള്ളവർ കമൻറ്റ് ചെയ്യുക. എപ്പോഴും പുതിയ നമ്മൾ പഠിച്ച കാര്യങ്ങൾ, ആ പുതിയ വാക്കുകൾ അല്ലെങ്കിൽ ഒരാളുടെ പേര് വരുമ്പം എപ്പോഴും അത് കണക്ട് ചെയ്ത് ഓർക്കണം, എന്നാലേ നമ്മുടെ മനസ്സിലിരിക്കത്തുള്ളൂ. നെക്സ്റ്റ്, കീ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഏണസ്റ്റ് ബക്കർ. ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ തക്വർദാസ് ഭാർഗവും. സോൾ ആൻഡ് കീ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ നെഹ്റു. ഏതൊക്കെയാണ്? ഐഡൻറ്റിറ്റി കാർഡ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എൻ.എ. പൽക്കിവാല അല്ലെങ്കിൽ നാനി പൽക്കിവാല എന്ന് പറയാറുണ്ട്. പൊളിറ്റിക്കൽ ഹോറോസ്കോപ്പ് എന്ന് പറയുന്നത് KM മുൻഷി. കീ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഏണസ്റ്റ് ബക്കർ. ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ തക്വർദാസ് ഭാർഗവ്. സോൾ ആൻഡ് കീ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ നെഹ്റു. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി നോക്കാം. ദ ടേം വി ഇൻ ദ പ്രിയാമ്പിൾ മീൻസ്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആദ്യം തുടങ്ങുന്നത് തന്നെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ്. വി എന്ന് ആരെ പറ്റിയാണ് പറയുന്നത്? പീപ്പിൾ, ഇന്ത്യയിലെ ജനങ്ങളെ പറ്റിയാണ് വി എന്നുള്ള ടേം ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം ഓപ്ഷൻ ഇത് പീപ്പിൾ കൊടുക്കാം, പാർലമെൻറ്റ് കൊടുക്കാം, പ്രസിഡൻറ്റ് രാജ്യസഭ കൊടുക്കാം, അങ്ങനെ ലോക്സഭ, അങ്ങനെയൊക്കെ വരാം. പക്ഷേ പീപ്പിളാണ് ആൻസർ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എൻഷുർ ജസ്റ്റിസ് ഇൻ. ഏതൊക്കെ കാര്യങ്ങളാണ് ജസ്റ്റിസ് പറയുന്നത്? സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ. Third one, which constitution was the first to begin with a preamble? പ്രിയാമ്പിൾ വെച്ച് തുടങ്ങുന്ന ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ഏതായിരുന്നു? അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ പ്രിയാമ്പിൾ എന്നുള്ള കൺസെപ്റ്റ് ബോറോ ചെയ്തത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. പക്ഷേ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളിനെക്കാട്ടിയും ലെങ്തിയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിൾ. Preamble has been amended by 42nd Amendment. Idea of preamble is borrowed from American Constitution. Soul of the Constitution എന്നറിയപ്പെടുന്നതും പ്രിയാമ്പിൾ ആണ്. അതുപോലെ എസൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നതും പ്രിയാമ്പിൾ തന്നെയാണ്. നെക്സ്റ്റ്, ദ ഐഡിയൽസ് ഓഫ് ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി ഹാസ് ബീൻ ടേക്കൺ ഇൻ ദ പ്രിയാമ്പിൾ ഫ്രം. എവിടെ നിന്നാണ്? ഫ്രഞ്ച് റവല്യൂഷനാണ്. ഫ്രഞ്ച് റവല്യൂഷൻ. Method of presidential election was borrowed from Ireland. അയർലൻഡിൽ നിന്നാണ് മെത്തേഡ് ഓഫ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ബോറോ ചെയ്തത്. പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ഓൺ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ബേസ് ചെയ്ത്, ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ്റെ മോഡിഫൈഡ് ഫോമാണ് പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. ഹൂ മെൻഷൻഡ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ക്വാസി ഫെഡറൽ? KC വിയർ. അമെൻഡ്മെൻറ്റ് ഓഫ് പ്രിയാമ്പിൾ വാസ് ബൈ ദ recommendation of Swarang Singh Committee. Mother of all constitution. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മദർ, എല്ലാ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മദർ എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഓൾഡസ്റ്റ് എക്സിസ്റ്റിംഗ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ വേൾഡ് US കോൺസ്റ്റിറ്റ്യൂഷനാണ്.
അതുകൊണ്ട് തന്നെ ലോങ്ങസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഷോർട്ടസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് US കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഫസ്റ്റ് ഡെമോക്രസി ഇൻ ദ വേൾഡ് ഗ്രീസ്. അപ്പം മദർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് UK ആണ്, ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഓൾഡസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് എഴുതപ്പെട്ട ഓൾഡസ്റ്റ് പഴക്കം ചെന്ന അതേതാണ് US-ൻ്റെ ആണ്. അതുപോലെ ഷോർട്ടസ്റ്റും US കോൺസ്റ്റിറ്റ്യൂഷനാണ്. ലോങ്ങസ്റ്റ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അടുത്ത ക്ലാസ്സിൽ ഷെഡ്യൂളിനെ പറ്റിയും നമ്മൾ ഓൾറെഡി നമുക്കിപ്പോൾ എത്ര ഷെഡ്യൂൾ ഉണ്ടെന്നറിയാം, എത്ര പാർട്സ് ഉണ്ടെന്ന്. അപ്പം ഷെഡ്യൂളിനെയും പാർട്സിനെയും പറ്റിയും ഡീറ്റെയിൽസ് ഓരോ ഷെഡ്യൂളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്, അതുകൊണ്ട് പാർട്സിൽ എന്തൊക്കെയാണ്, ഏതൊക്കെ ആർട്ടിക്കിൾസ് വരും എന്നൊക്കെയുള്ളത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.